പഠിച്ചതൊക്കെ മറന്നു പോകുന്നുണ്ട് സാറേ. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ ഞാനത് മറന്നു പോകുന്നു. എനിക്കൊരു കുട്ടി അയച്ച മെസ്സേജാണ്. ഇതുപോലൊരു പ്രശ്നം നിങ്ങളെപ്പോലെ പലരും നേരിടുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പഠിച്ചത് മറന്നു പോകുന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ ഈ ഒരു പ്രശ്നമുണ്ടോ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിന് കൂടെ തന്നെ നിങ്ങൾ 2-3 കാര്യങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്? 2, നിങ്ങൾ ഏത് സമയമാണ് പഠിക്കാനായിട്ട് മാറ്റി വെക്കുന്നത്? 3, നിങ്ങൾ ദിവസവും എത്ര മണിക്കൂർ വെച്ചിട്ട് പഠിക്കാറുണ്ട്? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ പല കുട്ടികളും നേരിടുന്ന പ്രശ്നമാണ് പഠിച്ചത് മറന്നു പോകുക, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അത് ഓർക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് ആക്റ്റീവ് റീകോൾ. നിങ്ങൾ പല വീഡിയോയിലും പല സ്ഥലങ്ങളിലൊക്കെ ആക്റ്റീവ് റീകോൾ എന്താണെന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ആക്റ്റീവ് റീകോൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് നമ്മളൊരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോ, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോ. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണം. ഒന്ന് നമ്മുടെ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തെടുക്കുന്ന ഒരു പരിപാടിയാണെന്ത്? ആക്റ്റീവ് റീകോൾ. അപ്പോൾ നിങ്ങൾ ആക്റ്റീവ് റീകോൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചിരിക്കണം കേട്ടോ. നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും ആ സബ്ജക്റ്റിൽ ആ ടോപ്പിക്ക് വൃത്തിയായി പഠിച്ചതിന് ശേഷം നിങ്ങളത് ഓർക്കാൻ വേണ്ടി ചെയ്യേണ്ട പരിപാടിയാണ് എന്ത്? ആക്റ്റീവ് റീകോൾ. അപ്പോൾ ഈ ആക്റ്റീവ് റീകോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് സമ്മറി. ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റാക്കണം. ഇംഗ്ലീഷ് ആണെങ്കിലും ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും ആ സബ്ജക്റ്റിൻ്റെ സമ്മറി നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റാക്കി വെക്കണം. എന്നിട്ട് ആ സമ്മറി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് കൊടുക്കുക. അപ്പോൾ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പരിപാടി? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജസിനാണ് ഇത് കൂടുതലും യൂസ് ആവുക കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജിൻ്റെ സമ്മറി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി നിങ്ങൾ സെറ്റാക്കുന്നു. മിക്കവാറും നിങ്ങൾക്ക് സ്കൂൾ എടുക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും സമ്മറി തരാറുണ്ട്. ആ സമ്മറി നിങ്ങൾ സെറ്റാക്കിയതിന് ശേഷം നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് നടക്കുമ്പോൾ, നിങ്ങൾ പിന്നെ ഏതെങ്കിലും യാത്ര പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ, കുളിക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക? ഈ സമ്മറി ഇങ്ങനെ ഓർത്തെടുക്കുക. നിങ്ങളിങ്ങനെ ഓർക്കുക. സമ്മറി മാത്രമല്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഓർക്കണം. അപ്പം ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്ററിലെ സമ്മറിയും അതേപോലെ തന്നെ അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു? ഓർക്കുന്നു. അതായത് ആ ഓർക്കൽ എപ്പോഴാണോ? നിങ്ങൾ സ്കൂളിലേക്ക് നടക്കുമ്പോൾ, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ, ബാത്റൂമിൽ കുളിക്കാൻ പോകുമ്പോൾ, ആ സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുക. അപ്പോൾ ആ ഓർക്കുന്ന സമയത്ത് യാതൊരു കാരണവശാൽ നിങ്ങളുടെ കയ്യിൽ പുസ്തകമോ അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഒന്നും പാടില്ല. നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന്, നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഓർത്തെടുത്ത് വേണം അത് ചെയ്യാൻ. രണ്ടാമതായിട്ട് ടീച്ചിങ് അതേഴ്സ് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കൊരു ക്ലാസ്സിൽ ഗ്യാങ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രീ ഉള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ടീച്ചറാകുന്നു. എന്നിട്ട് നിങ്ങൾ 4-5 ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരെ നിങ്ങൾ എന്ത് ചെയ്യുക? തലയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെ പഠിപ്പിക്കുമ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ടെക്സ്റ്റോ അല്ലെങ്കിൽ നോട്ടോ എടുക്കരുത്. നിങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൽ ഓർത്തെടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളെ ഫ്രണ്ട്സിനെ പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? നിങ്ങൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഫ്രീ പീരീഡ് ഉണ്ടാകുമ്പോൾ ആ സമയം നിങ്ങൾ എല്ലാവരും പഠിപ്പിക്കേണ്ട. നിങ്ങൾ 4-5 ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും നിങ്ങൾ ടെക്സ്റ്റോ നോട്ടോ എടുക്കരുത്. നിങ്ങൾ മെമ്മറിയിൽ നിന്ന് ഓർത്തെടുത്ത് വേണം അവരെ പഠിപ്പിക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആക്റ്റീവ് റീകോൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ട് ആ ടോപ്പിക്ക് പഠിച്ചിരിക്കണം. പഠിച്ച ടോപ്പിക്ക് നമ്മൾ ഓർത്തെടുക്കാൻ ടെക്നിക്കായിട്ട് പറയുന്നത്. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻസ് മാത്രം കേട്ടോ. നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം ആ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്നിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തെടുക്കാൻ ശ്രമിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് 2ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നു. അതിൻ്റെ ആൻസർ നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. ഈ ആൻസർ ജസ്റ്റ് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ മാത്രം പോരാ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പേപ്പറിൽ എഴുതി വെക്കണം. അപ്പോൾ ഇതാണ് ആക്റ്റീവ് റീകോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്ക് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ടോപ്പിക്കും പഠിച്ചിട്ട് ഒരു 1 hour കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകം ശ്രദ്ധിക്കണേ, ഓരോ ടോപ്പിക്കും പഠിച്ച് ഒരു 1 hour കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റാക്കുന്നു. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങളിങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് എഴുതി നോക്കുക. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർക്കാൻ പറ്റും. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡ് മാപ്പിംഗ് ആണ്. മൈൻഡ് മാപ്പ്, നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഒരു മൈൻഡ് മാപ്പ് സെറ്റാക്കുക. മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സംഭവം. എന്നിട്ട് മൈൻഡ് മാപ്പ് നിങ്ങൾ ഇതൊന്ന് സെറ്റാക്കി വെക്കുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക്, അതായത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ചാപ്റ്ററിനെയും മൈൻഡ് മാപ്പ് നിങ്ങൾ ഇങ്ങനെ എന്ത് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാകും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ കൂടി എന്ത് ചെയ്യുക? ഉച്ചത്തിൽ വായിക്കുക. അതായത് പല ആളുകൾ മനസ്സിൽ ഇങ്ങനെ വായിക്കുക ചെയ്യുക. അത് നമുക്ക് എന്തെങ്കിലും മടുപ്പുണ്ടാക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഉറക്കെ വായിച്ച് പഠിക്കുകയും അതിനെ കൂടെ തന്നെ എഴുതി പഠിക്കുകയും ചെയ്യാം. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ കുറേയൊക്കെ ഉറക്കെ വായിക്കുകയും എഴുതി പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പഠിച്ചത് മറന്നു പോകുന്നില്ല. അപ്പോൾ നിങ്ങളെന്താ? പഠിച്ചത് ഓർത്തിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കുറേ ഉറക്കെ വായിച്ച് പഠിക്കുകയും എഴുതി പഠിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉറക്കെ വായിച്ച് പഠിക്കുകയും അതേപോലെ തന്നെ എഴുതി പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്റ്റീവ് റീകോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഈ സാധനങ്ങൾ ഒരു തവണ മാത്രം ചെയ്താൽ പോരാ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ ഒരു ടോപ്പിക്ക് തിങ്കളാഴ്ച പഠിച്ചു, ചൊവ്വാഴ്ച നിങ്ങൾ എന്ത് ചെയ്യാണ്? ആക്റ്റീവ് റീകോൾ ചെയ്തു.
പിന്നെ നിങ്ങൾ പൊടിയും തട്ടി പോകരുത്. ഈ ചൊവ്വാഴ്ച ആക്റ്റീവ് റീകോൾ ചെയ്താൽ അടുത്ത ചൊവ്വാഴ്ച വീണ്ടും എന്ത് ചെയ്യണം, ആ ടോപ്പിക് ഒന്നും കൂടി ഓർത്തെടുക്കണം. അതിനടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും എന്ത് ചെയ്യണം, ഈ ടോപ്പിക് ഒന്ന് ഓർത്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ ആക്റ്റീവ് റീകോളിംഗ് ഒരു തവണ മാത്രം ചെയ്താൽ പോരാ, ഓരോ ഒരു ഡെഫിനിറ്റ് ഇൻ്റർവെല്ലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് റിപ്പീറ്റ് ചെയ്യണം. അതിന് വിളിക്കുന്ന പേരാണ് സ്പേസ് റിപ്പീറ്റേഷൻ എന്ന് പറയാം. അതായത് എന്ത് ചെയ്യുന്നു, നിങ്ങളൊരു ടോപ്പിക്ക് തിങ്കളാഴ്ച പഠിച്ചു, ചൊവ്വാഴ്ച അത് എന്ത് ചെയ്തു, ആക്റ്റീവ് റീകോൾ നടത്തി. അടുത്ത ചൊവ്വാഴ്ച അത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആക്റ്റീവ് റീകോൾ നടത്തുന്നു. അതിന് അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അത് ആക്റ്റീവ് റീകോൾ നടത്തുന്നു. ബുധനാഴ്ച നിങ്ങൾ വേറെ ടോപ്പിക്ക് പഠിച്ചു, വ്യാഴാഴ്ച നിങ്ങൾ എന്ത് ചെയ്തു, പിന്നെ അതിൻ്റെ ആക്റ്റീവ് റീകോൾ നടത്തി. അടുത്ത വ്യാഴാഴ്ച വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, ആക്റ്റീവ് റീകോൾ നടത്തണം. അപ്പോൾ ഈ ഒരു ആക്റ്റീവ് റീകോൾ ഒരു തവണ മാത്രം ചെയ്താൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കണം. ആ ഓർക്കാൻ നിങ്ങൾക്ക് വളരെ സുഖം. നിങ്ങൾ സ്കൂളിലേക്ക് നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തലേന്ന് പഠിച്ച കാര്യങ്ങൾ ഓർക്കാം. അതേപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പഠിച്ച കാര്യങ്ങൾ ഓർക്കാം. നിങ്ങൾ ബാത്റൂമിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്റ്റീവ് റീകോൾ ചെയ്യാം, പഠിച്ച കാര്യങ്ങൾ ഓർക്കാം. നിങ്ങൾ കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ ബെഡ്മേൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആക്റ്റീവ് റീകോൾ നടത്താം. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ ആക്റ്റീവ് റീകോൾ നടത്തുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവ് റീകോൾ നടത്തുമ്പോൾ ഒരു കാരണവശാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, മറന്നു പോകുന്നില്ല. പക്ഷേ ആക്റ്റീവ് റീകോൾ നടത്തുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു തവണയെങ്കിലും വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പഠിക്കുമ്പോൾ നിങ്ങൾ ഉറക്കെ വായിച്ച് പഠിക്കുക, അതേപോലെ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒരു സ്പേസ് റിപ്പീറ്റേഷൻ, ഒരു ഡെഫിനിറ്റ് ഇൻ്റർവെല്ലിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ ഓർത്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും എന്ത് ചെയ്യാൻ പോകുന്നില്ല, പഠിച്ചെന്ന് മറക്കാൻ പോകുന്നില്ല. അപ്പം പല കുട്ടികളുടെ ഡൗട്ടാണ്, അല്ല സാറേ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ ചെയ്യുക? അതിനുള്ള സൊല്യൂഷനാണ് എന്ത്, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. നിങ്ങൾ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റാവും. നിങ്ങൾക്ക് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ജോയിൻ ചെയ്യാൻ 3 രീതികളുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനതാ, നമ്മുടെ കോൺടാക്ട് ഒരു ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിൽ വിളിക്കാം. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തുണ്ട്, ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, എനിക്ക് നന്നായി പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. അപ്പോൾ ആക്റ്റീവ് റീകോൾ ഇനി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഉറപ്പുള്ളവർ കമൻറ്റ് ബോക്സിൽ ഇനി മുതൽ ഞാൻ ഫോളോ ചെയ്യുന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ. അതിന് മുന്നേ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കും.